പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഈ ആത്മീയതയിൽ ഒരുപാട് ചിട്ടകളും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ അനുവർത്തിച്ച് പോരാറുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തു പോരുന്നു എങ്കിൽ തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ്, ശാസ്ത്രീയത എന്ത് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ എത്ര കൃത്യമായിട്ടാണ് ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രത്തിലേക്ക് എത്തിക്കുവാൻ ഇതിനെ അന്നേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പം പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്കോ ഇനി അതല്ല പഴയ തലമുറയിലുള്ള ആധ്യാത്മീയതയിൽ സ്പിരിച്വാലിറ്റിയിൽ വലിയ ശ്രദ്ധയില്ലാത്തവർക്കോ ഒക്കെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങൾ നമ്മൾ ചെയ്തു പോരുന്ന, ഏത് മതങ്ങളിലും ചെയ്തു പോരുന്ന സ്പിരിച്വൽ പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ആത്മീയശാസ്ത്രത്തിലൂടെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ശാസ്ത്രീയതയാണല്ലോ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി തരുന്നത്. ആ ക്ലാരിറ്റി എന്തിനാണ് തരുന്നത്? അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെ, തത്വത്തെ അറിയാനും ഒന്ന് കണ്ണു തുറക്കാനും നിലവിൽ നമ്മൾ പലരും അനുഷ്ഠിച്ചു പോരുന്നതിൻ്റെ പിന്നിലുള്ള സയൻസോട് അറിയുമ്പോഴോ കൂടുതൽ ശക്തമായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏത് മതങ്ങളിലായിക്കോട്ടെ, ഈ ദേവാലയങ്ങൾ നിർമ്മിച്ചത് മനുഷ്യൻ തന്നെയാണല്ലേ, ഒരു ദൈവവുമല്ല. സാധാരണ മനുഷ്യർ കാണുന്ന ഒരു ദൈവവുമല്ല എനിക്കൊരു വീട് ഇങ്ങനെ ഇരിക്കട്ടെ, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും പറഞ്ഞത്. മനുഷ്യൻ തന്നെ അവൻ ഏകാഗ്രമായി ഇരുന്നു കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ഊർജ്ജ സ്രോതസ്സിനെ, എനർജിയെ ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള മാലിന്യങ്ങളെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം, ഒരു സ്ഥലം നിർണയിച്ച് ചിട്ടയോടുകൂടി പോകുന്നു. കാരണം എല്ലാവർക്കും ഏത് കാലഘട്ടത്തിലും ആകുലതകളും വ്യാകുലതകളും ആദിവ്യാധികളൊക്കെ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. ഒരുപക്ഷെ കലിയുഗത്തിൽ അത് കൂടി വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലേ കൂടുതൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ സയൻസ് അറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം ഏത് സ്പിരിച്വാലിറ്റിയുടെയും. അതായത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പം പലരും അങ്ങനല്ലേ ദേവാലയങ്ങളിലേക്ക് ഓട്ടം നടത്താറുള്ളത്, മാറി മാറി പല ദേവന്മാരെയും വിശ്വസിക്കുന്നത്. ഇവിടേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയ കഥകളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു ശാന്തി കിട്ടാറുണ്ടല്ലേ. ഉഷ്ണത്തിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ഒരു തണലുള്ള വൃക്ഷത്തിനടിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ പോലെ എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെ സയൻസ് പ്രധാനമായിട്ടും 5 ഏരിയകളിൽ 5 ചര്യകൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. അതിന് ചില ചിട്ടകളും ചടങ്ങുകളും അവിടെ വെച്ചിരിക്കുന്നു മാത്രം. അത് ഏതൊക്കെയാണെന്നറിയണ്ടേ? ഇതൊക്കെ തന്നെയാണ് പല രൂപേണ വ്യത്യസ്ത രൂപത്തിൽ പലയിടത്തും ചെയ്തു പോരുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്താലോ കൂടുതൽ ഗുണം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ, സ്പിരിച്വലായിട്ട് സ്ഥലങ്ങളൊക്കെ നമ്മൾ ആരോഗ്യകരമായ മനസ്സിൻ്റെ ആരോഗ്യത്തിനോട് ഉപയോഗിക്കാനും സാധിക്കണം. ഓക്കെ, അതിൽ ഒന്നാമത്തത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, ഒരു അവസരത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് നടത്താനാണ് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്ന അർത്ഥം. ഏത് ദേവാലയങ്ങളാണേലും അതുമായിട്ട് അനുബന്ധമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങളല്ല. ഒന്നാമത്തത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിന് ഒരു പുതുമയല്ലേ ഉണ്ടാകുന്നു. നിങ്ങൾ സ്ഥിരം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മുറി, അവിടെ തന്നെ രാപകൽ അവിടെ കഴിയുകയാണല്ലോ, ഒരു ഇൻട്രാവേർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ സമൂഹം പൊതുവെ. ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിലും, പ്രത്യേകിച്ച് പുതിയ തലമുറ ഇരുന്നിടത്തു നിന്നൊന്നും മാറുന്നില്ല. മാറുമ്പോൾ മാത്രമേ പുതിയ കാഴ്ചകൾ കാണാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് സ്ഥിരമായ രീതിയിൽ ദേവാലയങ്ങളിൽ പോവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അപ്പം വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങും പുതിയ കാഴ്ചകളൊക്കെ കാണും. പ്രത്യേകിച്ച് പ്രഭാതത്തിലൊക്കെ ആണെങ്കിൽ നല്ല കുളിരുള്ള അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടുകൊണ്ട്, ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ചുകൊണ്ട്, മുമ്പുണ്ടായിരുന്ന ഇടുങ്ങിയ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്കൊന്ന് സഞ്ചരിക്കുമ്പോൾ കാഴ്ചകളിലൂടെയുള്ള ഒരു വിഷ്വൽ എനർജി നമുക്കുണ്ടാകുന്നു. ഒപ്പം ദേവാലയങ്ങളിലോ അവിടെ എല്ലാം ഒരുക്കിയും വെച്ചിരിക്കുന്നു, ശുദ്ധവും വൃത്തിയായിട്ട്. എല്ലാ ദേവാലയങ്ങളിലും ചില ശുചീകരണങ്ങളും ശുദ്ധീകരണങ്ങളും ശുദ്ധീകരിച്ചല്ലേ വെച്ചിരിക്കുക. പിന്നെ അലങ്കാരങ്ങളും ഉണ്ടാവുമല്ലേ. ഇതൊക്കെ ഒന്ന് കാണുമ്പം കാഴ്ചകളെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം. രണ്ടാമത്തത്, അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, സൗണ്ട് എനർജി, അത് പ്രാർത്ഥനകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭജൻസ് ആയിക്കോട്ടെ, ആരാധനകളായിക്കോട്ടെ, വാങ്കുവിളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മണിനാദങ്ങളായിക്കോട്ടെ, ശംഖുലി ആയിക്കോട്ടെ, ഇതെല്ലാം കേൾവിയിലൂടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാറില്ലേ. അതിൽ നിന്നൊരു ട്രിഗർ ചെയ്യാൻ, ഉയർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് സ്പർശനം.
ക്ഷേത്രങ്ങളിലൊക്കെ കയറുമ്പം അല്ല ദേവാലയങ്ങളിൽ എവിടെ കയറിയാലും ശുദ്ധതയോടുകൂടി ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് കാൽപാദങ്ങൾ സ്പർശിച്ചുകൊണ്ടല്ലേ അവിടെ എല്ലാം നടക്കുന്നത്. അപ്പോഴോ എന്തായി മാറുന്നു? നമ്മുടെ കാലിന് അടിയിലൂടെയുള്ള ത്വക്കിലൂടെ ആ സ്പർശനത്തിൻ്റെതായ തലത്തിലേക്ക് ബുദ്ധിയെ മാറ്റിവിടുന്നു. അതിലൂടെ ഊർജത്തെ മുകളിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഗന്ധം, ദേവാലയങ്ങൾ പൊതുവെ എങ്ങനെയാണ്, ഒരു ഡിവൈനായിട്ടുള്ള സ്മെല്ല് പലപ്പോഴും നമ്മൾ ചെറുപ്പം പോലെ പരിശീലിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അത് ശ്വസിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തി വരാറില്ലേ. ഈ ശാന്തി ലഭിക്കുന്നതിനോട് ഈ തണലൊരുക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ വീട്ടിലും പരിപാലിക്കാറുണ്ട്. ഇന്നലെ ഇന്ന് വ്യത്യസ്തമായി ഇത്രയും കാര്യങ്ങളൊക്കെ പരിപാലിച്ചാലോ. ഒപ്പം നമ്മൾ ശരീരം വളച്ചുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴോ തലച്ചോറിലേക്ക് ബ്ലഡ് കൂടുതലായിട്ട് അരച്ചു കയറും, ടോട്ടലൊരു ഫ്രഷ്നെസ് ഉണ്ടാകും. അപ്പോൾ ഈ ചടങ്ങുകളുടെയൊക്കെ പിന്നിൽ എന്താണ്? ടോട്ടൽ ഈ 5 കേന്ദ്രങ്ങളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ഉദ്ദീപനമുണ്ടാക്കുക. ഈ ഉദ്ദീപനം ഒന്നും എല്ലാ ദിവസവും ചെയ്യാതെ ചടഞ്ഞുകൂടി ഇരുന്നുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചര്യകൾ സ്പിരിച്വാലിറ്റിയുടെ പാതയിലൂടെ പോകുമ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിത സംവിധാനത്തെ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വവും. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.